അതൊന്നും നടക്കൂല. പൈസന്റെ കാര്യത്തില് ഒരു നീക്കുപോക്കിനും മുസ്തഫാജില്ല. മറ്റന്നാളെന്ന് പറഞ്ഞാൽ മറ്റന്നാളെന്റെ പൈസ അവിടെ കിട്ടണം. ഇപ്പൊ വിളിച്ചതേ നിങ്ങളെ അമ്മോനാണ്. മുതലിന്റെ കാര്യത്തിന്റെ പൈസന്റെ കാര്യമാണ് പറഞ്ഞു വിളിച്ചത്. അത് ആ സമയത്ത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിലേ ആ കായ്ക്ക് തുമ്പും പോലുണ്ടാവില്ല. വല്ലാത്ത ആക്രാന്താണ് ഇപ്പം അങ്ങക്ക്. അമ്മോ കാക്കാൻ്റെ അടുത്ത് നിന്ന് 2 സെന്റ് സ്ഥലത്തിന്റെ പൈസ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക്. വേണടാ, എനിക്ക് വേണം. പൈസയാണ് എനിക്ക് മുഖ്യം. കാക്കയാണ് താത്തയാണെന്ന് പറഞ്ഞ് കണ്ണിമ്പിയല് കായ് എത്ര പോണെന്ന് എൻ്റെ വിചാരം? അല്ലെങ്കിലും പണിയും തരില്ലാതെ നാട്ടിൽ തിണ്ടി എടുക്കണ അന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇജേ ഇബലെ രണ്ടാളും കണ്ടുപഠിച്ചേ. ഹായ്, പൈസ എന്ന് പറഞ്ഞാൽ കൗന്നും പോകണ ഇവരെ കണ്ടുപഠിച്ചാൻ പറ്റിയ മുതലാള്. ഞാൻ കായില്ലാതെ നടന്നോളാം, സമാധാനെങ്കിലും ഉണ്ടാവുമല്ലോ. കായ് ഓൻ ക്ലബും കമ്മിറ്റിയായിട്ട് നടന്നോട്ടെ. 10 ഉറുപ്പ്യ ഉണ്ടായാലേ നാളേക്ക് കാര്യമുള്ളെന്നുള്ള വിചാരം ഓനക്കില്ല. ഓൻ പോയി നാട്ടുകാരെ നന്നാക്കി നടക്കട്ടെ. അത് പോട്ടപ്പാ, അടുത്ത ആഴ്ച അമ്മായിൻ്റെ അടുത്ത് കല്യാണമാണ്. നിങ്ങളിപ്പോൾ ആ കച്ചവടം ഒഴിവാക്കിക്കാണ്ട് ഇത്രയും ദൂരം പോരൊന്നും വേണ്ട. ഞാൻ പെയ്ക്കാണ്ട് കൂടിക്കാണ്ട് പോന്നോളാം. 10 ഉറുപ്പ്യ ഉണ്ടാക്കണ നേരത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ബിസിനസ് കഴിഞ്ഞിട്ടുള്ളേ കൂട്ടും കുടുംബമൊക്കെ മതി. ഏത് മനസ്സിലായില്ലേ? ഞങ്ങൾ പേടിച്ച് നിൽക്കുകയായിരുന്നു നിങ്ങൾ കല്യാണത്തിന് പോരാൻ പറയുന്നു വിചാരിച്ചിട്ട്. ബിസിനസ് നടക്കുന്ന ടൈമാണേ. കിട്ടണ കായ് ഒഴിവാക്കിക്കാണ്ട് കല്യാണത്തിന് പോകാൻ പറയാനേ മുസ്തഫാജി ഇനി വേറൊന്ന് ജനിച്ചണം. ഇപ്പൊ നിങ്ങൾക്ക് മൂത്താപ്പാനോട് പറഞ്ഞുകാണ്ട് ഈ ഇടവഴിന്ന് റോഡാക്കി തരാൻ പറഞ്ഞൂടെ? അതൊന്നും നടക്കൂലടാ. ഇന്നാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. ഇപ്പാ അസ്സലാമു അലൈക്കും. കാക്കാ. ആ എളാപ്പാ, എവിടുന്ന് വരണ്ടേ? അങ്ങാടിന്ന് വരാടാ. അപ്പൊ വെറുതെ കയറിയതാ. അത് ശരിയാ. കാക്കാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാണ്. എന്തേ? പിന്നെ കുഞ്ഞോനൊരു ഓട്ടോറിക്ഷ വാങ്ങിക്കണ്. ചെറിയ കാര്യത്തിനൊക്കെ അങ്ങാടിക്കൊക്കെ പോയി വരാനേ. അയിന് അല്ല, പെരയ്ക്ക് ഇപ്പോൾ വണ്ടി പോകില്ലല്ലോ കാക്ക. ഹസകാക്കാൻ്റെ പെരയിലാണ് മോന് വണ്ടി എടുത്തുന്നത്. കാക്ക കുറച്ച് സ്ഥലം തരികയാണെങ്കിൽ നമുക്ക് അതിലൂടെ വണ്ടി കൊണ്ടായിരുന്നു. അതിനുള്ള കായൊക്കെ പഞ്ചരുത്തുണ്ടാ. റോഡിന് സ്ഥലമൊക്കെ ആവുമ്പോഴേ സെന്റിന് 10 ലക്ഷം ഉറുപ്പ്യ ആവും ചുരുങ്ങിയത്. അതല്ല, പണ്ട് സ്ഥലം ഓരി വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ സമയമാകുമ്പോൾ റോഡാക്കി തരാന്നൊക്കെ. സ്ഥലം ഓരി വെക്കുമ്പോ അങ്ങനെ പലതും പറയും. അതിന് എൻ്റെ അടുത്ത് വലിയ രേഖയുണ്ടാ? ഇപ്പോ ഇന്റേതാണ് സ്ഥലം, ഞാൻ പറയണ്ടാണ് പേര. അല്ല കാക്ക, അതിന് എൻ്റെ അടുത്ത് എവിടെ ഇത്രയും പൈസ? കായില്ലെങ്കിലേ റോഡില്ലാതെ ജീവിച്ചാൽ മതി, അല്ലാതെ ഓസിക്ക് വരില്ലല്ല. ഞാൻ പോവാണ്. അസ്സലാമു അലൈക്കും. പിന്നെ കായ്ക്ക് ഗതിയില്ല, എന്നാലും ഓനക്ക് റോഡ് വേണം. ഓട്ടോറിക്ഷ കൊലുത്താന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി വെറുതെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ എളാപ്പാനോട് പറഞ്ഞ് ശരിയായതപ്പാ. ആ സൈഡ് കൂടെ പോലെ ഒരു ഓട്ടോറിക്ഷ കൊണ്ടുപോയിച്ചിട്ട് എന്ത് നഷ്ടം നിങ്ങൾക്ക് വരാനുള്ളത്? മുണ്ടണ്ടജി, അനക്ക് കായ്ക്ക് വിലയില്ല, വെറുതെ കൊടുക്കേണ്ടി വരും. അനക്ക് ഒരു കുടുംബശ്രീയായി വന്നിക്കണ്. അതൊക്കെ എന്റെ കാക്കാരെ കണ്ട് പഠിച്ചടാ. നിങ്ങളെല്ലാരും കായും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോളി. മരിച്ചു പോകുമ്പോ ചാക്ക് കെട്ടിയാണ്ട് കൊണ്ടാവാ. ആ കാക്ക, മാറ്റി വെക്കണം എന്നാണ് പറയണത്. നാളെ ചെന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ആ
അതിനിപ്പോ പറ്റിയൊരാളും കിട്ടണ്ടേ? ലിവർ പറ്റ പോയിക്കണ്. അതിനിപ്പോ അതിന് പറ്റിയൊരാളും വേണ്ടേ? ആളെ കിട്ടണ്ടേ? നോക്കാം. എന്താണ് അപ്പം നിങ്ങൾ അർജൻറ്റായി കാണണമെന്ന് പറഞ്ഞേ? എന്തായി പാൻ്റെ കാര്യം? ആളെ കിട്ടിയാ? ഇല്ലളാപ്പ, പ്ലാസ്മ ചെയ്യണ്ട്, പെട്ടെന്ന് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥ മാറിയാ പിന്നെ പറ്റൂലെന്നേ. ആ കാര്യം പറയാനാടാ ഞാൻ വിളിച്ചു വരുത്തിയത്. കാക്കാരെന്താ പറഞ്ഞത്? എന്ത് പറയാനേ, ഓർക്കിപ്പോൾ സീസൺ സമയമാണ്. ഇതിനൊന്നും വന്ന് നിൽക്കാനിപ്പോൾ ഓർക്ക് നേരമില്ല. പൈസ എത്ര വേണമെങ്കിലും തരാം, ആളെ നോക്കാനാ ഓര് പറഞ്ഞത്. പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ആൾക്ക് ആളെന്നെ വേണ്ടേ? അത് വിട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, ഈ ഗുളിക കുടിച്ചാളി. ഇതാ വെള്ളം. ഓക്കെ, മൊയ്തീൻ്റെ കരളാണല്ലോ എനിക്ക് മാറ്റി വെച്ചത്. അതല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടർ കുറച്ച് ദിവസത്തെ സമയം തന്നത്. ആ കുടുങ്ങിയ നേരത്തെ വേറെ ആരും കിട്ടിയില്ല. ആ നേരത്താ എളാപ്പ തയ്യാറായത്. അതൊന്നും ആവൂല, കുറേ പൈസ കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ ഓനോട് റോഡിന് 10 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചത്. ഇനിയിപ്പോൾ കായില്ലാതെ അതൊക്കെ ഒന്ന് നടക്കുമല്ലോ അല്ലേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയണത്? എളാപ്പേ ഒറ്റ പൈസ വാങ്ങിയിട്ടില്ല. നിങ്ങൾ ഹോസ്പിറ്റലായപ്പോഴേ നിങ്ങളെ മക്കള് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അവിടെ കൊടുന്നു. കായ് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരിക്കേ ബിസിനസ് തിരക്ക്, നേരമില്ല ഹോസ്പിറ്റലിലേക്കൊന്ന് വരാനേ. ആ അതെങ്ങനെ? നിങ്ങൾ പഠിപ്പിച്ചതല്ലേ. ആ സ്വഭാവം ഒരു കാണിച്ചാതിരിക്കൂലല്ലോ. ഇന്റെ കൂടെ പറയാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ടിപ്പായാനൊക്കെ ഈ എളാപ്പി മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അത്തിക്ക് കായ് വെച്ചിട്ടും തെരഞ്ഞിട്ട് ആളെ കിട്ടിയില്ല. അവസാനം ആ എളാപ്പ സ്വയം തയ്യാറായതാണ് നിങ്ങൾക്ക് ലിവർ തരാനേ. മാച്ചാവോ ഇല്ലേ വെച്ചിട്ട് മനസ്സിൽ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടേ കാത്തുനിന്ന് രംഗണ്ട് ഹോസ്പിറ്റലിലെ. മാച്ചാവും എന്ന് പറഞ്ഞപ്പോ ആ എളാപ്പാൻ്റെ ഒരു സന്തോഷം കാണിന്നു. അതിനും നിങ്ങൾ കായിന്റെ കണക്ക് പറയരുതിപ്പാ, കായിന്റെ കണക്ക് പറയരുത്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളറിയില്ല, നിങ്ങളെ വിചാരം കായുണ്ടായ എല്ലാം ഉണ്ടായി എന്നാണ്. നിങ്ങൾ ഈ കിടക്കണതേ നിങ്ങളെ പൈസന്റെ പവറിലല്ല, എളാപ്പാന്റെ ദയ കൊണ്ടാണ്. അത് നിങ്ങൾ മറക്കണ്ട. ഓൻകുഞ്ഞ് മേലെക്കൂടി റോഡിന് സ്ഥലം കൊടുക്കണം. ഓൻകുഞ്ഞ് ആസ്പത്രിക്കൊക്കെ പോകേണ്ടി വരൂലേ? നിങ്ങൾ പറയണ മുമ്പ് അതൊക്കെ ഞാൻ എളാപ്പാനോട് പറഞ്ഞ് റോഡിന്റെ കാര്യമൊക്കെ റെഡിയാക്കിക്കണ്. അപ്പൊ എളാപ്പ പറഞ്ഞൊരു വർത്താനുണ്ട്, ഇനി എനിക്ക് ആ റോഡ് വേണ്ടാന്ന്. ഇനി ആ റോഡ് വാങ്ങിയാലേ നാട്ടുകാരിൻ്റെ മക്കളൊക്കെ മുമ്പിലേ എൻ്റെ കാക്ക ചെറുതാവുന്ന എളാപ്പ പറഞ്ഞത്. ആ എളാപ്പ, വലിയാക്ക, കാക്ക, നിങ്ങളെ പൊളിച്ചു. അപ്പം എൻ്റെ കുട്ടി ആ ഫോണേറ്റ് പോയിക്കാണ്ട് അവിടെ പോയിട്ട് കളിച്ചോളിട്ടാ. സുഖല്ലടാ എനിക്ക്?
സുഖമാണ് കാക്ക. ചോറ് തിന്നില്ലേ? ഞാൻ ലേശം കഞ്ഞി കുടിച്ചു. ചോറൊക്കെ തിന്ന്. എന്തേച്ച് കരയണ്? എനിക്ക് എന്തിനാ കരയണ്? ഒന്നുമില്ല. ഇജ്ജ് ചോദ്യമൊക്കെ എന്നോട് നമ്മളെ കുട്ടിക്കാലത്ത് ചോദിച്ചതാ. അതൊന്ന് ആലോചിച്ച് പോയി. ആ, അതൊരു കാലം. പട്ടിണിയും പരിപാട്ടുള്ള അന്നത്തെ ഒരു കാലം. പക്ഷേ അന്ന് സ്നേഹത്തിനൊന്നും ഒരു കുറവില്ലായിരുന്നടാ. എൻ്റെ ജീവിതകാലത്ത് ഞാൻ അന്നെ ഒരുപാട് ഉപദ്രവിച്ചേക്കണ്. എനിക്ക് പണമാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ നിന്ന് എന്തിനാടാ എൻ്റെ കരൾ എനിക്ക് മുറിച്ച് തന്നത്? ഇജ്ജിൻ്റെ കാക്കല്ലേ, നമ്മളൊരു ചോരല്ലേ. എന്നെ മരണത്തിന് വിട്ടുകൊടുത്താൽ എനിക്ക് ഈ ദുനിയാവിൽ ആരുള്ളത്? ബാപ്പാന്റെ സ്വഭാവം നന്നാവാനേ എളാപ്പാന്റെ കരൾ കൊടുക്കേണ്ടി വന്നു.